ചേറ്റുവ മണപ്പുറത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന ചേറ്റുവ പാലം അവഗണനയിൽ. ചേറ്റുവ പാലത്തിലെ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ചിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. പാലത്തിലെ വഴിവിളക്കുകൾ മിഴിയടച്ചിട്ട് മാസങ്ങളായി. രാത്രികാലങ്ങളിൽ പാലത്തിൽ കൂരിരുട്ടാണ്. ഇരുട്ടിന്റെ മറവിൽ പാലത്തിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് മൂലം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയാസം നേരിടുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ പാലത്തിലെ ഇരുട്ട് വാഹനയാത്രികർക്ക് ഏറെ ഭീഷണിയാണ്. പാലത്തിലെ 2 നടപ്പാതയിലെയും സ്ലാബുകൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ദേശീയപാത സംസ്ഥാന സർക്കാരിന് കീഴിലായിരുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് ചേറ്റുവ പാലത്തിലെ അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച് ചേറ്റുവയിലെ സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ പരാതി നൽകിയിരുന്നു. വർഷങ്ങൾ പിന്നിട്ട് മന്ത്രി ഇടപെട്ടിട്ടും ഇതുവരെയും ശാശ്വതമായ പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. നടപ്പാതയിലെ സ്ലാബ് തകർന്ന് കുഴിയായി കിടക്കുന്നത് കാണാതെ കാൽനട യാത്രക്കാർ കുഴിയിൽ വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ദേശീയപാത 66 ഏങ്ങണ്ടിയൂരിനെയും ഒരുമനയൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ഇത്. ചേറ്റുവ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കണമെന്നും നടപ്പാതയിലെയും സ്ലാബ് തകർന്നത് മാറ്റിസ്ഥാപിച്ച് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭയമില്ലാതെ പാലത്തിലൂടെ യാത്ര ചെയ്യുവാൻ ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. ഈ ചേറ്റുവ പാലത്തിന് എന്നും അവഗണനയാണ്. ഈ ചേറ്റുവ പാലത്തിലെ ലൈറ്റുകൾ കത്താറിയായിട്ട് മാസങ്ങളായി. അതുപോലെ തന്നെ ഈ ചേറ്റുവ പാലത്തിലെ നടപ്പാത തകർന്നിട്ട് വർഷങ്ങളായിട്ടും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും എല്ലാം നടന്നു പോകുന്നത് ഈ പാലത്തിലൂടെയാണ്. കൂടാതെ ഈ ഇരുട്ടിൻ്റെ മറവിൽ ഒരുപാട് മാലിന്യങ്ങളാണ് ഈ ചേറ്റുവ പാലത്തിൽ നിന്നും ചേറ്റുവ പുഴയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഈ ചേറ്റുവ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ന്യൂസ് ഫാക്ട്, ചാവക്കാട്. എനിക്ക് എത്ര നല്ല പ്രപ്പോസൽസ് വന്നതാ. കാനഡ, UK, US. എന്നിട്ട് അപ്പോഴേക്കും എന്നെ വീഴ്ത്തി കളഞ്ഞില്ലേ? Intimate Matrimony, beautifying your life.